അതിൽ പറയുന്നതായ ആ കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആത്മാവ് സ്വർഗരാജ്യത്തിൽ കാണപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രിയ സഹോദരങ്ങളെ, ഞാനിവിടെ ഒരു 3 വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമതായി പാപത്തിൽ ശാപത്തിൽ മരിച്ച ഒരു മനുഷ്യൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇടതുഭാഗത്ത് ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. പൈശാചിക ശക്തികളുടെ പിടിയിലും മ്ലേച്ഛതകളിലും മറ്റുള്ളതായ ജനമോഹങ്ങളിലും മറ്റുള്ളതായ ആഭിചാര പ്രവൃത്തികളുടെ പിടിയിലും അമർന്ന് യഹൂദ നിയമപ്രകാരം ക്രൂശ് മരണം വിധിക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇടതുഭാഗത്ത് ക്രൂശിക്കപ്പെട്ട ഒരു കള്ളൻ. ആ കള്ളന് രക്ഷപ്രാപിപ്പാൻ ഒരു അവസരം സ്വർഗം അവൻ പ്രദാനം ചെയ്തുവെങ്കിലും ആ രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം ഉള്ളതായ മാർഗത്തെ ആ ഇടതുവശത്ത് ക്രൂശിക്കപ്പെട്ട കള്ളന് അത് ലഭ്യപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആ കള്ളൻ താൻ ജീവിച്ചിരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിനെ കുറിച്ചുള്ള രക്ഷയും വാസ്തവമായി അറിഞ്ഞ ഒരു വ്യക്തിയാണ്. എന്നാൽ ആ ക്രൂശിക്കപ്പെട്ടപ്പോൾ ആ കള്ളൻ നടുവിൽ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയുണ്ടായി, നീ ദൈവപുത്രനെങ്കിലും എന്നെ വിടുവിക്കാം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവന്റെ ആത്മാവിന്റെ രക്ഷയെ കുറിച്ചോ അവന്റെ സ്വർഗരാജ്യത്തില് അവനൊരു സ്ഥാനമുണ്ടെന്നും ഈ യേശു കർത്താവ് സർവമാനവരാശിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമാകുന്നുവെന്നും ഉള്ളതായ ദർശനം അവൻ നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവൻ ആ ക്രൂശിൽ വെച്ച് പാപത്തിൽ മരിക്കുവാനിടയായി തീർന്നു. ആ പാപത്തിൽ മരിച്ചതിന്റെ അനന്തര ഫലമായി ആ ഇടതുവശത്ത് ക്രൂശിക്കപ്പെട്ട ആ കള്ളൻ അവൻ നിത്യദണ്ഡനത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലതുഭാഗത്ത് ക്രൂശിക്കപ്പെട്ടതായ കള്ളൻ, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ, അത് നടുവിൽ ക്രൂശിക്കപ്പെട്ട യേശു ദൈവപുത്രനാണെന്നും സർവമാനവരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ കാൽവരി ക്രൂശിൽ തൂങ്ങിയവനാണെന്നും സർവമാനവരാശി അവനെ നോക്കി കേണപേക്ഷിക്കുമ്പോൾ അവരെ രക്ഷിപ്പാൻ തക്കവണ്ണം സ്വർഗം നിയോഗിച്ച ഒരു യുഗപുരുഷനാണെന്നുമുള്ള യാഥാർത്ഥ്യമായ അറിവ് വലതുഭാഗത്ത് ക്രൂശിക്കപ്പെട്ട കള്ളനുണ്ടായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ആ സമയം അവൻ യഥാർത്ഥമായി അവൻ പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവൻ കർത്താവായ യേശു ക്രിസ്തുവിനോട് കേണപേക്ഷിച്ചു, അല്ലയോ കർത്താവേ, നീ എന്തിനു വേണ്ടി, നീ എന്ത് ചെയ്തിട്ടാണ് ഈ ക്രൂശിൽ മരിച്ചത്? നീ പാപമില്ലാത്ത ഒരു യേശു, പാപം ചെയ്യാത്ത ഒരു യേശു, സകല മാനവരാശിക്ക് വേണ്ടി നീ ഞങ്ങൾക്ക് വേണ്ടി നീ യാഗമാക്കപ്പെടുന്നു. എന്നാലോ ഞാനൊരു പാപി, ഞാൻ ചെയ്ത പാപത്തിന്റെ പ്രവൃത്തിക്കായി ഞാൻ മരണത്തിന് വേണ്ടി കാത്തു കിടക്കുന്നു. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് അവൻ മാനസാന്തരപ്പെട്ട് കരഞ്ഞ് ആ ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, ആ നടുവിൽ ക്രൂശിക്കപ്പെട്ട യേശു പാപമില്ലാത്ത പാപരഹിതനായ ഒരു വ്യക്തിയായിരുന്നു. അവൻ ദൈവപുത്രനായിരുന്നു. സർവമാനവരാശിയുടെ പാപങ്ങളെ ചുമന്നൊഴിക്കുവാൻ ആ കാൽവരി ക്രൂശിൽ യാഗമായ ഒരു അതുല്യ പ്രതിഭയായിരുന്നു.